ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 21, ശ്ലോകം 3-4. ധ്യായാമി ദക്ഷിണഗതേ ഹരിവർഷവർഷേ പ്രഹ്ലാദമുഖ്യപുരുഷൈഃ പരിഷേവ്യമാണം ഉത്തുംഗശാന്തധവളാകൃതിമേഘശുദ്ധജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം. വർഷേ പ്രതീചി ലളിതാത്മനി കേതുമാലേ ലീലാവിശേഷലസിതസ്മിതശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതിസുതൈശ്ച നിഷേവ്യമാണം തസ്യാഃ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. ധ്യായാമി ദക്ഷിണഗതേ ഹരിവർഷവർഷേ പ്രഹ്ലാദമുഖ്യപുരുഷൈഃ പരിഷേവ്യമാണം ഉത്തുംഗശാന്തധവളാകൃതിം ഏകശുദ്ധജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം. ഉത്തുംഗശാന്തധവളാകൃതിമേകശുദ്ധജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം. വർഷേ പ്രതീചി ലളിതാത്മനി കേതുമാലേ ലീലാവിശേഷലസിതസ്മിതശോഭനാംഗം ലീലാവിശേഷലസിതസ്മിതശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതിസുതൈഃ പ്ലശ്ച പ്രജാപതിസുതൈശ്ച നിഷേവ്യമാണം തസ്യാഃ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. ഹരേ കൃഷ്ണ. പോന 2 ശ്ലോകത്തിൽ നമ്മൾ പാത്തു നടുവിലിരിക്കപ്പെട്ടത് ഇളാവൃതം. ഇളാവൃതത്തോട് ഈസ്റ്റേൺ സൈഡിൽ കിഴക്ക് പക്കം ഭദ്രാശ്വം. ഇനി അടുത്തത് അതോട് തെക്ക് പക്കത്തില് ദക്ഷിണഗതേ തെക്ക് ഭാഗത്തില് സൗത്തേൺ സൈഡില് ഹരിവർഷവർഷേ ഹരിവർഷങ്കര ഇടമിരിക്ക് அங்க ഭഗവാൻ നരസിംഹമൂർത്തിയ പൂജ പണണം. ആര്? പ്രഹ്ലാദ മുഖ്യ പുരുഷൈഹി പ്രഹ്ലാദൻ തുടങ്ങിന എല്ലാ ഭക്തന്മാരും പരിഷേവ്യമാണ് നന്ന പൂജ പണണം. എപ്പിടെയുള്ള നരസിംഹമൂർത്തിയോട് വിശേഷണം ചൊല്ലുക. ഉത്തുംഗ ശാന്ത ധവളാകൃതി ഏകശുദ്ധജ്ഞാനപ്രദം. ரொம்ப വസന്തമൂർത്തി അത്യുന്നതമായ ഇരുക്കാരാ. ഉത്തുംഗ ശാന്ത ரொம்ப ശാന്തമായ ഇരുക്കാരാ. സാധാരണ നരസിംഹം ചൊന്ന ഉടനെ നമ്മൾക്ക് എന്നെ വരും സിംഹത്തോട് തലേ സിംഹത്തോട് ഗർജനം കയ്യില് പല്ലുകൾ സിംഹത്തോട് നഖങ്ങൾ സിംഹത്തോട് அதுதான் நம்மளுக்கு நினைவு வரான. இங்கே சாந்தம் ரொம்ப சாந்தமா இருக்காரு. சமகுணத்தோடு இருக்காரு பகவான். ധവളാകൃതി നല്ല വെളുത്ത ശരീരത്തോടെ ഇരിക്കാരാം. ഏകശുദ്ധജ്ഞാനപ്രദം നിർമ്മലമാ ഏകമാന ജ്ഞാനം അദ്വൈത ജ്ഞാനം. ഇങ്ങ ഭഗവാനല്ലാതെക്ക് വേറൊന്നുമില്ല. ആരെ പാത്താലും ഭഗവാനാത്താൻ തെരിയരുത്. ഏതൊരാളെ പാത്താലും ഏതൊരു വസ്തുവെ പാത്താലും വൈഷ്ണവ രൂപത്തിലെത്താൻ തെരിയരുതുங்கிற அந்த ஞானத்தை எல்லாருக்கும் சொல்லி கொடுக்கற மாதிரி இருக்காம். அப்படி இருக்கிற பகவன் நரஹரிம் பவந்தம் தியாயாமி. அப்படி இருக்கப்பட்ட நரசிம்ஹமூர்த்தியான அந்த பகவான அந்த விஷ்ணுவை நானும் தியானம் பண்ணறேன் அப்படின்னு பட்டதிரி சொல்றார். நம்மளுக்கும் அந்த சாந்தமா இருக்கப்பட்ட நரசிம்ஹமூர்த்தி தியானம் பண்ணலாம். ലളിതാത്മനി കേതുമാലേ പ്രതീചി വർഷേ. ഇനി അതുക്കടുത്തത് ഇളാവൃതത്തോട് വെസ്റ്റേൺ സൈഡ് മേற்கு പക്കത്തില് ഇരിക്കപ്പെട്ടതാക്ക കേതുമാലങ്കര വർഷം. ரொம்ப அழகான ஒரு இடம், ரொம்ப சாந்தமான இடம். ലീലാ വിശേഷ ലസിത സ്മിത ശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതി സുതൈഹി.
ലക്ഷ്മി ശ്രീ ലക്ഷ്മി ഭഗവതിയും പ്രജാപതി സുതൈഹി പ്രജാപതിമാരോട് പുത്രന്മാരും സുതന്മാരും അപ്പടി ഇങ്ങ രണ്ട് തരത്തിൽ അത് വ്യാഖ്യാനം പണ്ണുക. പ്രജാപതി സുതന്മാരെന്ന് ബ്രഹ്മാവോട് പുത്രന്മാരാന സനകാദികൾ. അപ്പുറം നമ്മൾ പ്രജാപതിമാരെല്ലാം പാത്തും. അത് ഇങ്ങറത് ഒരു പക്കം. ശ്രീധരീയ വ്യാഖ്യാനത്തില് ഇങ്ങ ഒരു വർഷം ഇങ്ങറത് 12 മാസം. 12 മാസം ഇങ്ങറത് ഒരു മാസം കറത് 30 നാൾ അവരേജ്. അന്ത 30 നാളില് പകലും രാത്രിയും ചേർന്നത് ഒരു നാൾ ഇല്ല. അപ്പം എന്തമാതിരി 365 നാളുകൾ ചേർന്നത് ഒരു വർഷം. പകൽ രാത്രികൾ അന്ത പകൽ രാത്രികളോട് അഭിമാന ദേവതകളാക്കും പ്രജാപതി സുത അപ്പടിങ്കർ ഒരു വ്യാഖ്യാനം കൂടിയുണ്ട്. അതായത് ഓരോ പകലും രാത്രിയും ഓരോ നിമിഷവും എന്നെല്ലാം ചൊല്ലല. അന്ത അവ എല്ലാരും പൂജ പണ്ണറ നിഷേവ്യമാണ്. എല്ലാരും ചേർന്ന് അന്ത പൂജ പണ്ണറ എന്നതുക്ക് വേണ്ടി തസ്യാഹാ പ്രിയായ ശ്രീ ഭഗവതിയോടെ പ്രീതിക്കാൻ വേണ്ടി ധൃതകാമതനും ത്വാം ഭജേ കാമദേവനാഹ അവതരിച്ച ലീലാവിശേഷ ലസിതസ്മിത ശോഭനാംഗം. എല്ലാ വിശേഷങ്ങളാലെയും നല്ല അഴകാന സ്മിതം, അഴകാന ഒരു ചിരി, ഒരു ഒരു പുഞ്ചിരി, അപ്പടിയും നല്ല ശോഭനാംഗനും ரொம்ப അഴകാന അവയവങ്ങളോടും കൂടിന കാമദേവൻ ധൃതകാമതനും. കാമദേവന് അവിടെ അവതാരമാക്കും പ്രദ്യുമ്നൻ അപ്പടിയെന്ന് ചൊല്ലുക. இந்த பிரத்யும்னன் பகவான் ஸ்ரீகிருஷ்ணனோடும் ருக்மிணி தாயாரோடும் பிள்ளை. பகவானோட முதல் சந்ததி அப்படின்னு சொல்லலாம் பிரத்யும்ன பார்த்தா அப்படியே பகவான மாதிரியே இருப்பாளாம். அதுக்கு என்ன சொல்லுவான்னா, இந்த பிரத்யும்னனை பிறந்த உடனே ശമ്പരാസുരനെ എടുത്തുകൊണ്ട് പോയി കൊല്ലണഞ്ഞിലേക്ക് കൊണ്ടുപോയി. ആന അപ്പടിയെ കടല പൊട്ടുവിടും. കടല വളർത്ത് ഒരു മത്സ്യം അപ്പടി അത് മുഴുങ്ങിയിടും. അന്ന് മത്സ്യത്തിന് നല്ല വെയിറ്റ്. ആരോ മീനവർ അത് പിടിച്ചതും അന്ത മത്സ്യത്തെ നല്ല പെരിശാരി കേജിലിട്ട് രാജാക്ക് ശമ്പരനൊക്കെ കൊണ്ടുപോയി ഇത് വെപ്പാം, കാഴ്ച വെപ്പാം. അപ്പോൾ ശരി, അതപ്പടിയെ അടുക്കളയ്ക്ക് കൊടുത്തനുപ്പം. അടുക്കളയിലെ പോയച്ചാൽ കാമദേവനോട് പത്നി രതിദേവി അടുക്കളക്കാരിയായിരിക്കാം ചൊല്ലി അനുപ്പിരിപ്പ മുതലേ എന്ന കാമദേവന് ഭഗവാൻ ശിവനോട് തൃക്കണ്ണിലേന്ത് ചാമ്പലാപ്പ് എഴുവ എരിഞ്ച്. അന്ന സമയത്തിൽ രതിദേവി അഴുവ, ഞാൻ എന്നെ പെണ്ണറുത് എന്നോട് ആത്തുകാരല്ലേ അവരില്ലായിക്കുന്ന എന്നെ പെണ്ണുഞ്ചല്ലർത്ത് നീ ശമ്പരാസുരനോട് കൊട്ടാരത്തേക്ക് പോയിക്കോ, ശ്രീകൃഷ്ണപുത്രന ഒരുവർ കാമദേവൻ அப்படின்னு சொல்லி அனுப்புவா. அங்கிருப்பா. அப்படி அந்த மத்ஸ்யத்தை ரதிதேவி கட் பண்ணினதும் அதுக்குள்ளேருந்து அந்த குழந்தைய கிடைக்கிறது. குழந்தைய வளர்த்து பெரிசாக்கிறோம். அதுக்கப்புறம் அந்த பிரத்யும்னன் இருக்க ശമ്പരാസുരനെ വധം பண்ணிட்டு திருப்பி வருவர் கிருஷ்ணரோட கொட்டாரத்துக்கு. அங்கே பார்த்தாச்சுன்னா எல்லாருக்கும் തോന്നുക, കൃഷ്ണൻ ഇപ്പൊ തന്നപ്പോ എന്നത് പാത്തോ ഇപ്പൊ ഇങ്ങേന്ന് പറയാളെ കൃഷ്ണൻ രതിദേവി കൂടെ വേറൊരു ഇന്നൊരു പൊണ്ണിരിക്കാളെ 16,108 അയച്ച് ഇനി 16,109 ആളാക്കും അപ്പടി എന്നെല്ലാം എല്ലാവർക്കും തോന്നരുതാ. അപ്പടി ഡിറ്റോ കൃഷ്ണരെ മാരിയേ ഇരിപ്പണം പ്രദ്യുമ്നൻ. അപ്പൊ അപ്പടി കൊണ്ടുവന്ന് അതുക്കപ്പുറം എല്ലാവർക്കും തെരിയறது. அதுக்குள்ள ருக்மிணி தாயாருக்கு பார்த்தாச்சுன்னா அப்படியே சந்தோஷம் தெரியறதா. இதே வயசுல எனക്കൊരു குழந்தை, அந்த குழந்தை இருந்தால் ഇത്ര വയസ്സായിരിക്കണമേ அப்படின்னு தெரிஞ்சு அதுக்கப்புறம் எல்லாருமா பிரத்யும்னனை கூட்டிந்து போவா அப்படின்னு ചൊല്ലുക. അപ്പം அந்த பிரத்யும்னൻ அப்படி ലീലാവിശേഷ ലസിതസ്മിത ശോഭനാംഗം ചൊല്ലാത്തത് വേറെ വഴിയിൽ ഭഗവാനോടെ അംശത്തിലെ പിറന്ന് പ്രദ്യുമ്നനാക്കും. அந்த பிரத்யும்னന് എല്ലാരും പൂജ പണ്ണറ. നാനും ഭജനം പണ്ണറേ
அத்தனும் துவாம் பஜே உங்களை நானும் பஜிக்கிறேன் அப்படின்னு. இப்போ ഓരോ ഇടത്തിലെയും ഓരോ ഭഗവാനോട് രൂപം പൂജ പണ്ണറ കർതാക്കം കാട്ടും. ഹരേ കൃഷ്ണ.